കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ നിന്നും വാർത്ത ചോരുന്നത് പാർട്ടിയിൽ വീണ്ടും ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നു. മുമ്പ് വയനാട് നേതൃക്യാമ്പിലും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പങ്കെടുക്കാതിരുന്ന കെ.പി.സി.സി യോഗത്തിലും നടന്ന കാര്യങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് മാധ്യമങ്ങൾക്ക് ചോർത്തിയത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. അന്ന് വാർത്തകൾ ചോർത്തി നൽകി പാർട്ടി നടപടിക്ക് അടുത്തെത്തിയ സംഘത്തിന്റെ ഉപജ്ഞാതാക്കൾ തന്നെയാണ് ഇത്തവണത്തെ ചോർത്തലിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. കോൺഗ്രസിൽ ഒന്നും നടക്കില്ലെന്ന പൊതുപ്രതീതി സൃഷ്ടിച്ച് ബി.ജെ.പിക്കും ഇടതുപക്ഷത്തിനും സഹായകരമായ സാഹചര്യം സൃഷ്ടിക്കുക എന്ന നിലപാടുകാരാണ് ഇതിനു പിന്നിൽ. പാർട്ടിയിലെ നേതൃതർക്കങ്ങളെ ചൊല്ലി മുതിർന്ന നേതാവ് പി.ജെ. കുര്യൻ നടത്തിയ വിമർശനവും എ.പി. അനിൽകുമാർ പ്രതിപക്ഷ നേതാവിനെതിരെ നടത്തിയ വിമർശനവുമാണ് പ്രധാനമായും മാധ്യമങ്ങൾ ചർച്ചയാക്കിയത്. മറ്റൊരു നേതാവ് ശൂരനാട് രാജശേഖരൻ നടത്തിയ വിമർശനവും വാർത്തകളിൽ ഇടം പിടിച്ചത്രേ. 63 നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്ന രീതിയിൽ പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോഴാണ് അനിൽകുമാർ വിമർശനവുമായി രംഗത്ത് വന്നത്. പാർട്ടിയോട് ആലോചിക്കാതെ ഈ സംഖ്യ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചായിരുന്നു വിമർശനത്തിന് തുടക്കമിട്ടത്. പാർട്ടിയിൽ സമ്പൂർണ്ണ പുനഃസംഘടന നടക്കാനിരിക്കുന്നതിനിടെ അനിൽകുമാർ നടത്തിയ വിമർശനം സംവരണ ആനുകൂല്യത്തിൽ കെ.പി.സി.സി അധ്യക്ഷ പദവിയിൽ കണ്ണുവെച്ച് അനിൽ നടത്തിയ നീക്കങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആരും ഗൗനിക്കാതെ പോയതിന്റെ മോഹാലസ്യത്തിൽ ആണെന്ന് പറയപ്പെടുന്നു. പിന്നോക്ക വിഭാഗത്തിൽ നിന്നും അധ്യക്ഷൻ വേണമെന്ന വാദം ഉയർത്തിയായിരുന്നു അധ്യക്ഷ പദവിക്കായുള്ള അനിൽകുമാറിന്റെ നീക്കങ്ങൾ. എ.ഐ.സി.സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന്റെ കേരളത്തിലെ ഗ്രൂപ്പ് കാര്യങ്ങൾ താനാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് സ്വയം പ്രചാരണം നൽകിയാണ് പാർട്ടിയിൽ പിടിമുറുക്കാൻ അനിൽ നീക്കങ്ങൾ നടത്തുന്നത്. എന്നാൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്റെ പേരിൽ ഗ്രൂപ്പ് നടത്താൻ താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് വേണുഗോപാൽ വേണ്ടപ്പെട്ടവരെ നേരത്തെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. അനിൽകുമാറിന്റെ സ്വയം പ്രഖ്യാപിത വേണു ഗ്രൂപ്പ് ശ്രദ്ധയിൽപ്പെടുത്തിയ മാധ്യമപ്രവർത്തകരോടും വേണുഗോപാൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം അനിൽകുമാറിനെ പോലെ ഒരാളാണ് നാട്ടിൽ തന്റെ വിശ്വസ്തൻ എന്നു വരുന്നത് വേണുഗോപാലിനും മോശമാണ്. ഇതിനിടെ വേണുഗോപാലിന്റെ സ്വാധീനം ചൂണ്ടിക്കാട്ടി കെ.പി.സി.സി അധ്യക്ഷ പദവിക്കു വേണ്ടി അനിൽകുമാർ നടത്തിയ നീക്കങ്ങളെ പാർട്ടിയിൽ ആരും കാര്യമായി ഗൗനിച്ചില്ല. പിന്നോക്ക വിഭാഗത്തിൽ നിന്നും പ്രസിഡന്റിനെ പരിഗണിച്ചാൽ ആ വിഭാഗങ്ങളിൽ നിന്നുള്ള പിന്തുണ ഉറപ്പിക്കാൻ കഴിയുമെന്നായിരുന്നു അനിലിന്റെ വാദം. എന്നാൽ ആ വിഭാഗത്തിൽ നിന്ന് പൊതു സ്വീകാര്യതയുള്ള കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെ നിൽക്കുമ്പോഴായിരുന്നു അനിലിന്റെ നീക്കങ്ങൾ. അതിനാൽ തന്നെ അനിലിന്റെ അവകാശവാദങ്ങൾ ആരും മുഖവിലക്കെടുത്തില്ല. ഈ സാഹചര്യത്തിലായിരുന്നു രാഷ്ട്രീയകാര്യ സമിതിയിൽ അനിൽകുമാർ ചില വിമർശനങ്ങൾ നടത്തുകയും അത് മാധ്യമങ്ങളിൽ വാർത്തയാക്കുകയും ചെയ്തത്. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പാർട്ടിക്ക് മുന്നേറ്റമുണ്ടാക്കാനുള്ള ചില കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് അവതരിപ്പിച്ചതാണ് വിമർശനത്തിന് കാരണമായിട്ടുള്ളതെന്നാണ് കൗതുകകരം. യോഗത്തിൽ പ്രതിപക്ഷ നേതാവിനെ അനിൽകുമാർ അടക്കമുള്ള നേതാക്കൾ നിർത്തിപ്പൊരിച്ചുവെന്നായിരുന്നു ഏഷ്യാനെറ്റിൽ ഉൾപ്പെടെ പുറത്തുവന്ന വാർത്തയുടെ കാതൽ. മുമ്പ് നടന്ന കെ.പി.സി.സി യോഗത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തെ രൂക്ഷ വിമർശനത്തിന് വിധേയമാക്കുകയും അത് വാർത്താമാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുകയും ചെയ്തത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാകാത്ത, വേണ്ടത്ര രാഷ്ട്രീയ ബോധമില്ലാത്ത ചില മാധ്യമ പ്രവർത്തകരാണ് ഇതുപോലെ അനിൽകുമാറിന്റെ തീപ്പെട്ടിക്കൊള്ളികൊണ്ട് വി.ഡി. സതീശനെ നിർത്തിപ്പൊരിക്കുന്നത് പോലത്തെ വാർത്തകൾ സൃഷ്ടിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് വാർത്തയാക്കി ബ്രേക്കിംഗ് ആക്കുന്നതാണ് തലസ്ഥാനത്തെ പ്രധാന മാധ്യമങ്ങളിൽ പോലും പ്രവർത്തിക്കുന്ന ചില മാധ്യമപ്രവർത്തകരുടെ സ്ഥിരം പരിപാടി. അങ്ങനെയാണ് ഒന്നാം സ്ഥാനത്ത് നിന്ന അവരുടെ മീഡിയ 2ഉം 3ഉം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നത്. അതേസമയം ഇനി കെ.പി.സി.സി സംഘടിപ്പിക്കുന്ന ഒരു യോഗത്തിലെയും വിവരങ്ങൾ ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകി വാർത്ത സൃഷ്ടിക്കരുതെന്ന കർശന നിർദ്ദേശം എ.ഐ.സി.സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലും കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും നൽകിയിരുന്നു. വീണ്ടും വാർത്തകൾ പുറത്തു വന്നതോടെ അന്ന് ദേശീയ നേതൃത്വം നൽകിയ കർശന നിർദ്ദേശങ്ങളാണ് കാറ്റിൽ പറന്നത്. പാർട്ടിയോട് കൂറില്ലാത്തവരും ഇരുട്ടിന്റെ സന്തതികളുമാണ് വാർത്ത ചോർത്തിയത് എന്നായിരുന്നു കെ. മുരളീധരൻ നടത്തിയ വിമർശനം. യോഗത്തിൽ നടന്ന ചർച്ചകളുടെ വിശദാംശങ്ങളടക്കം വാർത്ത വീണ്ടും ചോർന്നതോടെ പാർട്ടിയിലെ ഐക്യ സന്ദേശത്തിന് വീണ്ടും പോറലേറ്റെന്നാണ് എ.ഐ.സി.സിയുടെ വിലയിരുത്തൽ.